കുറച്ചു കാലമായി ഞാൻ ഒരു ഗാനം എഴുതി വച്ചിരുന്നു. ഈ അടുത്ത ദിവസം തന്നെ അത് പുറത്തിറങ്ങും. എല്ലാവരും സഹായിക്കണം. ഇത് കള്ളത്തരത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ചില ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എൻ്റെ മുമ്പിൽ അത് എത്തിക്കണം. അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരല്ല എഴുതിയത്, ഞാൻ തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. ഒത്തിരി എനിക്ക് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അവയെല്ലാം മറ്റുള്ളവർ കാണാതെ ലോകം വിട്ടു പോവുകയായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം ക്രിസ്മസിന് ഞാനൊരു പുതുവത്സര ആശംസ ഇത് എഴുതുന്നുണ്ട്. ഓണത്തിനുള്ളത് എഴുതിയിരുന്നു. പക്ഷേ അത് പൈസ പരമാവധി ഇല്ലാത്തത് കൊണ്ട് അവയെ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന അതിൻ്റെയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഏതായാലും അത് എനിക്ക് പൈസ കിട്ടുന്ന മുറയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് എനിക്ക് നടത്തി പുറത്തിറക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എൻ്റെ മകനായ ആദികൃഷ്ണനും എൻ്റെ ഭാര്യ ദേവിയും പിന്നെ എന്നെ സഹായിച്ച കൃഷ്ണൻ എന്ന് പറയുന്ന ആളും, പള്ളുരുത്തിയിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ആളും, അദ്ദേഹത്തിൻ്റെ മോനായ അഭിയും ഒക്കെയാണ് എന്നെ സഹായിച്ചത്. ആ ഫാമിലിയാണ് എന്നെ സഹായിച്ചത്. എനിക്കെല്ലാവിധ എന്നെ സഹായിച്ച ആ പാട്ടുകാരനും പിന്നീട് അതിന് സംഗീത സംവിധാനമൊക്കെ ചെയ്തവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോട് കൃതാർത്ഥതയോടുകൂടി എൻ്റെ കൂടെ ഇരുന്ന ആ പാട്ടെല്ലാം കേട്ട ഒരു ലേഡിയുണ്ട്. ആ ലേഡി ഒരു സംഗീത അധ്യാപികയാണ്. അവരോടും നന്ദി പറയുന്നു. കാരണം അവരാണ് പറഞ്ഞത്, ഇതുപോലെ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നിങ്ങളാണോ ഇത് എഴുതിയത് എന്ന് ചോദിച്ചു. ഇതിനെക്കാട്ടി ഒത്തിരി പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അവയൊന്നും ലോകം കാണാതെ പോയി എന്നുള്ളതാണ് ആശ്ചര്യം. കാരണം എനിക്ക് തടസ്സങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ആരെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് ഇത് വൈറലാക്കാൻ നോക്കിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. ഞാൻ തന്നെയാണ് ഈ പാട്ടിൻ്റെ ഇതായിട്ടുള്ളത്. അതിൻ്റെ എല്ലാവിധ പേറ്റൻറ്റും എൻ്റെ കയ്യിലാണ് എന്നറിയിക്കാനാണ് ഞാൻ വന്നത്. എല്ലാവർക്കും നന്ദി. ഇത് പരമാവധി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പരമാവധി എല്ലാവരും എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ AKDS അഥവാ കേരള ധീവരസഭയ്ക്ക് MLA ആയ ex-MLAയും ജനറൽ സെക്രട്ടറിയുമായ V. ദിനകരൻ സാറിനോടും എൻ്റെ അമ്മയുടെ അനിയത്തിയായ ഭൈമി വിജയനോടും എല്ലാവരോടും ആ കരയോഗത്തിലെ ഈ നാട്ടിക, അതുപോലെ എൻ്റെ ഭാര്യയുടെ വീടായ നാട്ടിക, തിരുവല്ല, വെൺപാല, അതുപോലെ തന്നെ പള്ളുരുത്തി, എന്നെ ഈ കരയോഗങ്ങളാണ് എനിക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തന്നത്. അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തട്ടെ. എല്ലാവരോടും നന്ദി, ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്.